ഓ കാന്താര എന്ന് പറയുന്ന സിനിമ കണ്ടു. നല്ല പടം അവിടെ. ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമയാണ്. കൂടുതലൊന്നും പറയാനില്ല. ഋഷഭ് ഷെട്ടി ബ്രോ എന്ത് മനുഷ്യനാണോ. സിനിമ കണ്ടപ്പോൾ ഒരുപാട് ഞാൻ ആലോചിച്ചു പോയി. എന്ത് മനുഷ്യനാണ്. അഭിനയമായാലും ഡയറക്ഷനാണ്, ഈ രണ്ടും കൂടെ എങ്ങനെ ഈ മനുഷ്യൻ കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് പോയിട്ടുണ്ട്. ഒരു രക്ഷയില്ലടേ. ആ മനുഷ്യന് ആദ്യം ഒരു ഹാറ്റ്സ് ഓഫ്. ഋഷഭ് ഷെട്ടി ബ്രോ പൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു തിയേറ്റർ അനുഭവം നൽകി. സന്തോഷം. താങ്ക് യു സോ മച്ച് ബ്രോ. ഋഷഭ് ഷെട്ടി ബ്രോ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ലൊരു സിനിമ കൊണ്ടുവന്നതിന്. അതിന് അടുത്ത ചാപ്റ്റർ 2 വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് തന്നെ ഇറക്കി വിടണം എന്നാണ് ആഗ്രഹം. ഇത് ഷുവർ 1000 കോടി 2000 കോടി അടിക്കാൻ കെൽപ്പുള്ള ഒരു സിനിമയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പെർഫോമൻസിലോട്ട് കിടക്കാം. ഋഷഭ് ഷെട്ടി ഫസ്റ്റ് തന്നെ ഞാൻ പറയും, ആ മനുഷ്യൻ ഒരു രക്ഷയില്ല. നമ്മൾ ഇതിനു മുമ്പ് കണ്ടതിനെക്കാട്ടി 10 മടങ്ങ് വേറെ ഒരു റേഞ്ച് പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവസാനത്തെ 30 മിനിറ്റ് രുദ്ര താണ്ഡവൻ പുള്ളിക്കാരൻ്റെ ഒരു വേറെ റേഞ്ച് പരിപാടി ഇതിന് കാണാൻ സാധിച്ചിട്ടുണ്ട്. പൊളിയായിട്ടുണ്ട്. പിന്നെ ജയറാമേട്ടൻ, എൻ്റെ പൊന്നണ്ണ, സത്യം പറയല്ല, ആ വ്യക്തി, ആ മനുഷ്യനെ അടിപൊളിയായിട്ട് ആ ഒരു പടത്തിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് പല പടങ്ങൾ വന്നിട്ട് അദ്ദേഹത്തിന് ഒരുമാതിരി കോമാളിയാക്കിയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ അദ്ദേഹത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ജയറാമേട്ടനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. പിന്നെ രുക്മിണി വസന്ത് ഒരു രക്ഷയില്ല. അത് എന്താണെന്ന് പറയില്ല, അടിപൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ഒരു പീക്ക് പടം, നല്ലൊരു അനുഭവം. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ നമുക്ക് ഇരുന്ന് പോകും. കുറേ സീനൊക്കെ ഉണ്ടേ. അപ്പോൾ നല്ല അഭിനയമാണ്, നല്ല ഡയറക്ഷനാണ്, സിനിമോട്ടോഗ്രാഫി കൊള്ളാമായിരുന്നു. വരാഹരൂപം അതൊക്കെ കേട്ടപ്പോൾ എന്ത് രസമായിരുന്നു. മൈ ഫേവറേറ്റ് സോങ് ആണത്. തിയേറ്ററിൽ ഒന്നും കൂടെ ഒന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി. നല്ലൊരു പടം. ഞാനിത് ഇങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ നിങ്ങൾ കാണാൻ പോകുന്ന ആൾക്കാർക്ക് ആസ്വാദനം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ്. ഋഷഭ് ഷെട്ടി ബ്രോ നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു സിനിമ തന്നേന്. ഇനി അടുത്ത പാർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു പ്രശ്നങ്ങളും വരാതെ അത് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ.